മാതൃഭാഷയായിട്ട് ഉപയോഗിക്കുന്ന ലോകത്തെ കുറച്ച് ആളുകൾക്ക് മാത്രം ഈ പടച്ചോൻ്റെ വെളിച്ചം കിട്ടിയാൽ മതിയെന്നും അവർ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയും, ബാക്കി ഈ അറബി ഭാഷയല്ലാത്ത ലോകത്ത് ആയിരക്കണക്കിന് ഭാഷ സംസാരിക്കുന്ന കോടാനകോടി മനുഷ്യന്മാർക്കൊന്നും ഇത് മനസ്സിലാക്കി ഈ ശരിയായ മാർഗത്തിലൂടെ ജീവിച്ച് സ്വർഗം നേടേണ്ടതില്ല എന്നുമാണ് നിങ്ങളുടെ ഈ പടച്ചോൻ തീരുമാനിച്ചിട്ടുള്ളെങ്കിൽ ആ പടച്ചോനെ അപ്പം പിടിച്ചിട്ട് അടിക്കണം. തമ്പുരാനെ പിടിച്ച് ജബ്ബാർ എന്നവർ ഇടി കൊടുക്കുന്നതിന് മുമ്പ് ആ വിമർശനത്തിന് ഒരു യുക്തിയുണ്ടോ എന്ന് ജബ്ബാർ എന്ന് പേരുള്ളവർ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം എന്താ, ലോകത്ത് അറബി സംസാരിക്കുന്ന കുറച്ച് ആളുകളെ മാത്രം ഫോക്കസ് ചെയ്ത് ഖുർആൻ ഇറക്കി. അറബി അല്ലാത്ത ഒരുപാട് ഭാഷകളുള്ള ഒരുപാട് ആളുകൾ, 800 കോടി, അതിപ്പോ 1000 കോടി ആയിട്ടുണ്ട്. ഇത്രയും ആളുകളിൽ കുറച്ച് അറബി അറിയാവുന്നവർക്ക് മാത്രം ഖുർആൻ ഇറക്കി. ബാക്കി ആളുകൾക്കൊന്നും എന്താ ചെയ്യുക? അപ്പൊ അവരെയും കൂടെ പരിഗണിക്കാതെ ഖുർആൻ ഇറക്കിയ അള്ളാഹുവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 എണ്ണം കൊടുക്കായിരുന്നു. അതെന്ത് യുക്തിയാ? അവിടെ എനിക്ക് 2-3 ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഖുർആൻ മാറ്റി വെച്ചിട്ട് ഏത് വേദഗ്രന്ഥങ്ങൾ എടുത്തോ, അതിന് സ്പെസിഫിക് ആയിട്ടൊരു ലാംഗ്വേജ് കാണും. ബൈബിളിനും ഹീബ്രു ഇല്ലേ, അരാമിക് ഇല്ലേ, ഭഗവത്ഗീതയ്ക്ക് സംസ്കൃതം ഇല്ലേ, അല്ലെ തത്തുല്യമായ ഭാഷയില്ലേ? ഏതെങ്കിലും വേദഗ്രന്ഥങ്ങൾക്ക് ഏതെങ്കിലും ലാംഗ്വേജ് വേണ്ടേ? വേണ്ടേ? നിങ്ങൾ പറ, എന്നെ കേൾക്കുന്നവർ പറ. വേണം. അപ്പോൾ പിന്നെ ഖുർആനിനും ഒരു ഭാഷ വേണം. അപ്പൊ ഭാഷ എന്നാൽ എന്താണ്? ഒരു കരയിലൂടെ ഓടുന്ന ഒരു വാഹനത്തിന് സഞ്ചരിക്കാൻ റോഡ് എന്ന് പറയുന്നതിന്റെ മാധ്യമമാണ്. അതുപോലെ തന്നെ വെള്ളത്തിലൂടെ അതിന് ചാനൽ വേണം, ഒരു ട്രാക്ക് വേണം, ട്രെയിനിന് ഒരു ട്രാക്ക് വേണം. വേദഗ്രന്ഥങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ ഒരു ഭാഷ വേണം. അപ്പോൾ അറബിക് ഭാഷയിലേക്ക് ഞാൻ വരുന്നുണ്ട്. അള്ളാഹുവിന് 2 എണ്ണം കൊടുക്കാൻ വേണ്ടി ജബ്ബാർ എന്നവർ മെനക്കെട്ട് ഇറങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെടുന്ന സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് ആ വിമർശനത്തിന്റെ മൊത്തം ഭാഗം കൂടെ ഒന്ന് നോക്കാം. അയാൾക്ക് പടച്ചോനായിരിക്കാനുള്ള യോഗ്യതയില്ല. എനിക്ക് ഖുർആനെ വിമർശിക്കാൻ യോഗ്യതയില്ല എങ്കിൽ ഈ ഖുർആൻ അറബി ഭാഷയിൽ എഴുതിയ അള്ളാഹു എന്ന് പറയുന്ന പടച്ചോന് ഒരു പടച്ചോനായിട്ടിരിക്കാനുള്ള യോഗ്യത അത്രയില്ല. കാരണം ഒരു പടച്ചോന് തൻ്റെ സൃഷ്ടികളായിട്ടുള്ള എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയണം. ലോകത്തെ ഏത് ഭാഷ സംസാരിക്കുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു പടച്ചോൻ ആ മനുഷ്യന്മാരുടെ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷ വാടകയ്ക്കെടുത്തിട്ട് ആ പ്രാദേശിക ഭാഷയിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരോട് ആശയവിനിമയത്തിന് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ ആ പടച്ചോനെ കാശിന് കൊള്ളൂല എന്നതിൻ്റെ അർത്ഥം. മാതൃഭാഷയായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഏതോ ഒരു മനുഷ്യന്മാരുടെ പ്രാദേശിക ഭാഷയെ എടുത്ത് ഉപയോഗിച്ചപ്പോൾ ആ പടച്ചോനെ കാശിന് കൊള്ളൂല എന്ന അതിനർത്ഥം വെക്കാൻ വരുമ്പോൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞില്ലേ, ഈ അറബി അറിയാൻ വരാത്ത എന്നെ പോലുള്ള ആളുകളൊക്കെ എന്താ ചെയ്യുക? അതൊരു ന്യായമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടപ്പം അതിൻ്റെ താഴെ വസീഖല്ലദീന കഫറു എന്ന ആയത്തോതി ഷോർട്സ് ഇട്ടപ്പം അതിൻ്റെ താഴെ ഒരാൾ വന്ന് ഒരു കമന്റ് ഇട്ടിരിക്കുന്നതുണ്ട്, ഞാൻ അറബി അറിയാത്തൊരു കാഫറായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന്. മാഷാ അല്ലാഹ്, നല്ലൊരു കമന്റ് താഴെ കിടക്കുന്നത് കണ്ടു. എങ്ങനെ? താങ്കളിലേക്ക് ഇപ്പോൾ ഈ സന്ദേശം മലയാളത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി അറബി അറിയത്തില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല എന്നുള്ളത്. അപ്പോൾ അത് തന്നെ ഞാൻ ഒരു അക്കമിട്ട് ഇവിടെ ഒരു 9 ആളുകളുടെ പേര് ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടും. ആദ്യമായി എടുക്കാം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. റഷ്യക്കാരനായിരുന്നു. റഷ്യയിലെ ബുഖാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ച മനുഷ്യനായിരുന്നു. ജന്മന അറബി അല്ലായിരുന്നു, മാതൃഭാഷ അറബി അല്ലായിരുന്നു. ഖുർആനും ഹദീസും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥം രചിച്ച അതിന്റെ ഓദർ എന്ന് പറയുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഞാനൊരു അറബി അല്ലാത്തത് കൊണ്ട്, ഖുർആൻ എൻ്റെ ഭാഷയിലല്ലാത്തത് കൊണ്ട് അള്ളാഹുവിനെ പിടിച്ചിട്ട് തല്ല് കൊടുക്കാൻ വേണ്ടി നോക്കിയ മഹാനല്ല. ഇതിന്റെ ആശയം സത്യമാണെന്നും ഇത് പറയുന്ന കാര്യം തികച്ചും സത്യസന്ധമാണെന്നും മനസ്സിലായപ്പോൾ അത് പഠിക്കൽ എൻ്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് അതിൽ നമ്പർ വൺ ആയ വ്യക്തിയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. രണ്ടാമത്തെ പേര് പറയാം, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. ഇറാനിലെ നിഷാപൂർ, ഇന്നത്തെ ഇറാനിലെ നിഷാപൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അത് പഴയ പേരാണ്. സഹീഹുൽ ബുഖാരി
സഹീഹുൽ ബുഖാരി, ഇമാം മുസ്ലിമിന്റെ സഹീഹു മുസ്ലിം സഹീഹുൽ ബുഖാരിയോടൊപ്പം തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന് അടുത്ത് നിൽക്കുന്ന ഗ്രന്ഥമാണ് മുത്തഫഖുൻ അലൈഹി എന്ന് കേട്ടിട്ടില്ലേ? ഇവരൊക്കെ അറബികളായിരുന്നു. അറബി ഭാഷയിൽ മാത്രമുള്ള ആളുകൾക്കായിരുന്നു ഇതൊക്കെയെങ്കിൽ അറബി ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ പ്രസിദ്ധമായിട്ടുണ്ടോ? ഇനി മൂന്നാമത്തത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്പർ 1 സൈക്കോളജിസ്റ്റ്, നമ്പർ 1 ഫിലോസഫർ, ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന വിശ്വവിഖ്യാതമായ കൃതിയുടെ ഓദർ. അദ്ദേഹം ഏത് നാട്ടുകാരനായിരുന്നു? ഇറാനിലെ തൂസ് എന്ന സ്ഥലത്തായിരുന്നു. അറബി ഭാഷ സംസാരിക്കുന്ന ആളല്ലായിരുന്നു. ഇബ്നു സീന, നാലാമത്തെ ആള് റഷ്യക്കാരനായിരുന്നു. അതേ ബുഖാറയിൽ ജനിച്ച ആളാ. അൽ ഖാനൂൻ ഫി തിബ്, മെഡിസിൻ എന്ന വിഷയത്തില് വിശ്വവിഖ്യാത ഗ്രന്ഥം എഴുതി യൂറോപ്യന്മാർ ലാറ്റിൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരുപാടുണ്ട് പഠിക്കാൻ, ചാറ്റ് ജിപിടി ചോദിച്ചു കഴിഞ്ഞാൽ മതി. അടുത്തത് അഞ്ചാമത്തത് ഇബ്നു റുഷ്ദ്, സ്പെയിൻകാരനായിരുന്നു, ഫിലോസഫർ ആയിരുന്നു, ഫുഖഹ ആയിരുന്നു, അറബി ഭാഷ സംസാരിക്കുന്ന ആളല്ലായിരുന്നു. അടുത്തത് ഇന്ത്യയിലേക്ക് വരാം, ഷാഹ് വലിയുല്ലാഹ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി, വിശ്വവിഖ്യാത ഗ്രന്ഥമായ ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ എന്ന ഗ്രന്ഥത്തിന്റെ ഓദർ. ഇനിയുമുണ്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈനുദ്ദീൻ മഖ്ദൂം ഒക്കെ. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഏത് നാട്ടുകാരനായിരുന്നു? ഇറാൻകാരനായിരുന്നു. നമ്പർ 1 സൈക്കോളജിസ്റ്റ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി ഖുർആനിൽ തഫ്സീർ വരെ എഴുതി. എത്ര പ്രസിദ്ധമാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സിറിയക്കാരനാണെങ്കിലും അദ്ദേഹത്തിന്റെ തനതായ അറബിക് ലാംഗ്വേജ് സംസാരിക്കുന്ന സിറിയൻ അറബിക്കായിരുന്നു. മോറിസ് ബുക്കായി അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കിയ വ്യക്തി. അവരിവരും പറയുന്നത് കേൾക്കാതെ. അതുകൊണ്ട് ജബ്ബാർ എന്നവർ പറയുന്നതിന് ഒരു ന്യായമില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ആശയം സത്യമാണ്, അത് ലോകം ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് അവർ അറബിയിൽ പറഞ്ഞു. അതിന്റെ നമ്മുടെ ഭാഷയിൽ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ്, അതിന്റെ പ്രൈമറി സ്റ്റേജ്. അതിനുശേഷം ആ ഭാഷയെ പഠിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത്, ലോകത്ത് ഒരുപാട് ഭാഷയുള്ളപ്പോൾ എന്തുകൊണ്ട് വെറും ഒരു പ്രാദേശിക ഭാഷയായ അറബിയെ തന്നെ തിരഞ്ഞെടുത്തു എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മാഷാ അല്ലാഹ്, ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ട്. അറബി ഭാഷയെ കുറിച്ച് 4 വാക്ക് പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ലോകത്ത് എത്രയോ ഭാഷകൾ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അറബി ഭാഷയെ തിരഞ്ഞെടുത്തു? അറബിക് ഭാഷയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാറ്റ് ജിപിടി ചോദിച്ചാൽ മതി, ഒരുപാട് പറഞ്ഞു തരും അറബിക് ഭാഷയെ പറ്റി. അറബിക് ഭാഷ എന്നത് സെമിറ്റിക് ലാംഗ്വേജിൽപ്പെട്ടൊരു ഭാഷയാണ്, അറിയാമല്ലോ. അതിനോടൊപ്പം നിന്ന ഭാഷകളൊക്കെ മറ്റ് സെമിറ്റിക് ലാംഗ്വേജുകളൊക്കെ കുറെ എണ്ണം കാലഹരണപ്പെട്ടു പോയി. കുറെ എണ്ണം ലോകത്തിന്റെ ഏതൊക്കെയോ മൂലകളില് ഒതുങ്ങി കഴിയുന്നുണ്ട്. കുറെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അറബിയുടെ സ്ഥാനം എവിടെയാ? അറബിയുടെ സ്ഥാനം ആഗോളതലത്തിൽ വേൾഡ് വൈഡ് ആയിട്ട് എത്രയോ കോടിക്കണക്കിന് ആളുകൾ മാതൃഭാഷയായി കൊണ്ടു നടക്കുന്നു. അറബി ഭാഷയുടെ 1-2 പ്രത്യേകതകൾ പറയാം. ഒട്ടകം എന്ന വാക്കിന് അറബിയില് 120ഓളം സിനോണിമസ് ഉണ്ട്, പര്യായപദങ്ങളുണ്ട്. വേറെ ഏതെങ്കിലും ഭാഷയിൽ കാണിക്കാൻ പറ്റുമോ? അസദ് എന്നതിന് 300ഓളം പര്യായപദങ്ങളുണ്ട് അറബിയില്. അതിൽ തന്നെ കസ്വറ, പെൺസിംഹം എന്നത് സൂറത്തുൽ മുദ്ദസ്സിറില് പടച്ചവൻ ഉപയോഗിച്ചിട്ടുണ്ട്. പെൺസിംഹമാണ് ഇര പിടിക്കുന്നത് എന്ന് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാമായിരുന്നു. എന്നിരുന്നാലും പോട്ടെ, അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ ചിന്തിക്കാനുള്ള ഒരു ചെറിയ താക്കോൽ പഴുതാണ്. ഒട്ടകത്തിന് 110ഓളം പര്യായപദങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതോ ഓരോ സ്റ്റേജിലും കൗമാരപ്രായക്കാരിയായത് ജമൽ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ക്യാമൽ എന്ന് പറയുന്നത്, ഞാൻ 1-2 എണ്ണം കുറിച്ച് വെച്ചിട്ടുണ്ട്. നാക്കത്ത് പെണ്ണൊട്ടകം, അതേപോലെ ഇബിൽ ബഹുവചനം, അഫലാ യൻദുറൂന ഇലൽ ഇബിൽ ഒട്ടകക്കൂട്ടങ്ങൾ. അതുപോലെ തന്നെ അറുൻ കൗമാരപ്രായത്തിലുള്ള പെണ്ണൊട്ടകം, ഫഹിൽ മെരുങ്ങാത്ത ഒട്ടകം, റാവിയ വെള്ളം കൊണ്ടുവരുന്ന ഒട്ടകം, ദലൂൽ ട്രാവൽ ചെയ്യാനുള്ള ഒട്ടകം,
മഹർ, ഒട്ടകക്കുട്ടി, ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഒട്ടകത്തിൽ, നമുക്ക് മലയാളത്തിൽ ഒട്ടകം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഓരോന്നും എടുക്കാൻ പറ്റും. ഓരോന്നിനും അത്ഭുതപ്പെട്ടു പോകും. എന്താണെങ്കിലും അറബി ഭാഷയെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം നിന്ന ഭാഷകളൊന്നും ലോകത്തില്ല. ഇനി അറബി എന്തുകൊണ്ട് നിലനിൽക്കുന്നു ഇന്നും? 100 വർഷം മുമ്പുള്ള മലയാള ഭാഷ, അതിലെ ഒരു കത്തെടുത്ത് തന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് വായിക്കാൻ ഒക്കുമോ? ഷേക്സ്പിയറിന്റെ ഏതെങ്കിലും നോവൽ ഇന്ന് വായിക്കാൻ ഒക്കുമോ? എത്രയോ അപ്ഡേഷൻസ് നടന്നു. എന്തുകൊണ്ട് അറബിയിൽ അപ്ഡേഷൻസ് നടക്കുന്നില്ല? 1500 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അറബി കവിതകളും കത്തും ലേഖനങ്ങളും സമാഹാരങ്ങളും ഇന്നത്തെ തലമുറയ്ക്കും വായിച്ചെടുക്കാൻ പറ്റും. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? അള്ളാഹു പറഞ്ഞു, ഇന്നാ നസ്സൽനാഹു സിക്റ, ഈ ഖുർആനെ നാമാണ് ഇറക്കിയത്, വ ഇന്നാ ലഹു ലഹാഫിദൂൻ, പടച്ച തമ്പുരാൻ അത് സംരക്ഷിക്കാനും അറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഷ, അല്ലയോ വിമർശകരെ, നിങ്ങൾക്ക് ഖുർആനിനെ തച്ച് തകർക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അറബിക് ലാംഗ്വേജ് ഈ ലോകത്ത് പിഴുതെറിയണം. കാരണം ലാംഗ്വേജ് ഇല്ലാതെ ഒരു സാധനം നിലനിൽക്കത്തില്ല. അറബി ഭാഷയില്ലെങ്കിൽ ഖുർആൻ ഇല്ല. മറ്റേതെങ്കിലും ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ഒന്നും വാക്കുകളൊന്നും കിട്ടില്ല. അപ്പോൾ ആ ഭാഷയെ നിലനിർത്തുന്നത് പടച്ചവനാണ്. അതുകൊണ്ടാണ് ഇത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, യുഗങ്ങളോളം പഴക്കമുള്ള ഈ ഭാഷ ഇന്നും നമ്മുടെ മുമ്പിൽ അപ്ഡേറ്റ് ആയി നിൽക്കുന്നത് തന്നെ. അത് പടച്ചവൻ സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. ഇനി വലഖദ് യസ്സർനൽ ഖുർആന പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് ഈ ഖുർആനിനെ അറബിയിൽ ഇറക്കിയത്? ഈ ഖുർആൻ സത്യമാണെന്ന് മനസ്സിലാക്കിയാൽ ജബ്ബാർ എന്നുള്ളവരെ നമുക്കതിനെ പഠിക്കാൻ വളരെ ഈസിയാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, അത് പഠിക്കാൻ പടച്ചവൻ ഭയങ്കര ഈസി ആക്കിയിരിക്കുന്ന പറഞ്ഞു. ഫഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങൾ പഠിക്കാൻ ഒരുക്കമുണ്ടോ? നോക്കൂ, നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മനഃപ്പാടമാക്കിയ പുസ്തകം ഏതാണ് എന്ന് നിങ്ങൾ ChatGPT ഒന്ന് ചോദിച്ചു നോക്കൂ. എത്ര വലിയ ചോദ്യമാണ് പരിശുദ്ധ ഖുർആൻ. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ 6236 വചനങ്ങള് മനഃപ്പാടമാക്കി വെച്ചിട്ടുണ്ട്. ബൈബിൾ എടുത്തു നോക്കിയാലും ഭഗവത്ഗീത എടുത്തു നോക്കിയാലൊക്കെ ഭാഗികമായിട്ട് മാത്രമേ ഉള്ളൂ പഠിച്ചു വെച്ചിട്ടുള്ളൂ. എന്നാലോ, അപ്പൊ ഇതൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത്? ഞങ്ങൾ അറബി അല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവൂല, സോ ഞങ്ങൾ എന്ത് ചെയ്യാം, അള്ളാഹുവിനെ കുറ്റം പറഞ്ഞ് കിട്ടിയ 2 കൊടുക്കാം എന്നും പറഞ്ഞല്ല ഇരുന്നത്. ചരിത്രം വഴിമാറി കൊടുത്തു ഇവർക്കൊക്കെ. ഇനി ഒരു മനുഷ്യന്റെ ശരീരത്തില് അള്ളാഹുമായി ബന്ധപ്പെട്ട് അവന്റെ കരങ്ങളിൽ പടച്ചവൻ എല്ലാ മനുഷ്യർക്കും നിഷേധിക്കാനാവാത്ത വിധം ഒരുക്കി വെച്ചിരിക്കുന്ന കുറച്ച് പോയിന്റുകൾ കൂടി കണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഞാൻ കൈകളിൽ വരച്ചു വെച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ആദ്യമായി കാണിക്കാൻ പോകുന്നത് ദാ തള്ളവിരൽ അലിഫായിട്ട് സങ്കല്പിക്കുക. അലിഫ്, ദാ ലാമ്, ലാമ്, ഹ, എല്ലാവർക്കും എഴുതാൻ പറ്റും. അള്ളാഹു, അള്ളാഹു എന്നത് ദൈവം എന്നതിന്റെ അറബിക് ടേമാണ്, അറബിക് പേരാണ്. ഏത് ഭാഷയിലും ദൈവം എന്ന വാക്ക് അവരവരുടെ ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഖുർആൻ അറബിയിലായതുകൊണ്ട് നിങ്ങൾ ഇനി ദൈവത്തെ എന്ത് ചെയ്താൽ മതി? ഏത് ഭാഷക്കാരനാണെങ്കിലും ഖുർആനെ സ്വീകരിക്കുന്ന ആൾ ഇനി ദൈവത്തെ അവനവന്റെ മാതൃഭാഷയിൽ വിളിക്കണ്ട, അറബിയിൽ വിളിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ അള്ളാഹു എന്ന് രേഖപ്പെടുത്താൻ പറ്റും. നമുക്ക് ദൈവം എന്നോ ഗോഡെന്നോ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അള്ളാഹു, ഓക്കെ അല്ലേ? ഇത് നമ്മുടെ ഏത് കയ്യിലും തിരിച്ചു മറിച്ചും കാലിലൊക്കെ എഴുതാൻ പറ്റും. ഇനി ഈ അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ഇത് നമുക്ക് കുറെ ആളുകൾക്ക് അറിയാവുന്നതാണ്. എന്നാലും കുറച്ച് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ച് അതിൽ 1-2 ടിസ്റ്റും കൂടെ കാണിച്ചു തരാം. 91 നാമങ്ങളുണ്ട്, 99 അസ്മാ ഉ സിഫാത്ത്. ഇതാ ഈ കയ്യിൽ ഇതാ നോക്കിയോ, നമ്മുടെ കൈരേഖ. അറബിയിലെ 8 കണ്ടോ, 81. ഇതാ ഈ കയ്യിൽ കണ്ടോ, ഇതൊരു എന്താണ് പറയുക, ഇല്ലുസ്ട്രേഷൻ ഒന്നും അല്ല. കൈരേഖ നോക്കിക്കഴിഞ്ഞാൽ 1ഉം 8ഉം 18. 18 81 എത്രയായി? 99. 99 നാമങ്ങൾ. ഇനി ഒരു അത്ഭുതം കാണിച്ചു തരട്ടെ. ഇനി എന്താ അത്ഭുതം? ഈ 81-ാം അധ്യായം സൂറത്ത് തക്വീർ എടുക്കുക.
18-ാമത്തെ ആയത്ത് വസ്സുബ്ഹി ഇദാ തനഫസ്. പടച്ച തമ്പുരാൻ സുബ്ഹ് പ്രഭാതത്തിൽ തന്നെ സത്യം ചെയ്യുന്നു പറയുന്നു. ഖുർആൻ സത്യമാണെന്നുള്ളത്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ജിബ്രീൽ അലൈഹി സ്വലാം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ആ ഭാഗം പറയാണ്. വസ്സുബ്ഹി ഇദാ തനഫസ്. നിഷേധിക്കുന്ന ആളോട് പടച്ചവൻ പ്രഭാതത്തിൽ തന്നെ സത്യം ചെയ്തു പറയുന്നു. ഇനി നേരെ തിരിച്ച് 18-ാം അധ്യായം, ഞാൻ ഇപ്പൊ കാണിച്ചത് 81-ഉം 18-ഉം, 81-ന്റെ 18. ഇനി 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ്, വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തല്ലേ, ഇതിന്റെ 81-ാമത്തെ ആയത്ത്. 81 വായിക്കുക. 81-ാമത്തെ ആയത്ത് എടുത്തു നോക്കിക്കോ. ഇന്ന് കൂടുതൽ ആളുകളും നിരീശ്വരവാദത്തിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രശ്നം, പെട്ടെന്നുണ്ടാകുന്ന മരണം, പെട്ടെന്നുണ്ടാകുന്ന നഷ്ടം. എനിക്ക് മാത്രം എന്താണ് ഈ ഗതികേട് വരാനുള്ള കാരണം? അതുകൊണ്ട് റബ്ബൊന്നുമില്ല, റബ്ബ് കാരുണ്യവാനല്ല, ഞാൻ മതം വിട്ടു എന്ന് പറയുന്ന ഒരു ഉത്തരമാണത്. കാരണം സൂറത്തുൽ കഹ്ഫിലെ 3 കഥകൾ, മൂസാ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട, ഹിദ്ർ നബിയായിട്ട് ബന്ധപ്പെട്ട 3 കഥകളില് ആ കുട്ടി മരിക്കുന്ന സംഭവമാണ് അവർ പറയുന്നത്. എങ്ങനെ പെട്ടെന്നൊരു മരണം സംഭവിച്ചാൽ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് നഷ്ടമാണ്, ഇതിനേക്കാൾ മികച്ചത് പടച്ചവൻ തരും. ഒരു കുഴിയിൽ നിന്നും അള്ളാഹു സംരക്ഷിച്ചതാണ്. പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നത് ഇന്റേണൽ റിയാലിറ്റി, എക്സ്റ്റേണൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതാണ് ഇങ്ങനെ പറയുന്നത്. ഇനി നേരെ തിരിച്ചു നോക്കൂ. തിരിച്ചു നോക്കിയാൽ അത്ഭുതങ്ങളുടെ വീണ്ടും ലോകത്തേക്ക് നാം എത്തും. ഇങ്ങനെ നോക്കിക്കേ. 7:1 71 ഇങ്ങനെ നോക്കൂ. 17 71-ാം അധ്യായം സൂറത്ത് നൂഹ് 17-ാമത്തെ ആയത്ത്. എന്താ അള്ളാഹു പറയുന്നത്? ഭൂമിയിലെ പരിണാമം വഴി കുരങ്ങിൽ നിന്നും മനുഷ്യനുണ്ടായി എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് പടച്ചവൻ പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് മിനൽ അർളി നബാത ഖലഖക്കും എന്നല്ല പറഞ്ഞ, അമ്പത്ത എന്ന് പറയുന്നത്. അതും അറബി ഭാഷയുടെ പ്രത്യേകത. അൻപത്ത നബത്ത എമ്പുത്തു. അമ്പത്ത എന്ന് പറഞ്ഞാൽ സസ്യം മുളപ്പിക്കുക. സസ്യം മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ കർഷകൻ ആദ്യം അതിന്റെ ഒരു വിത്ത് ഇട്ടു മണ്ണിലേക്ക്. കാരണം വിത്തില്ലാതെ പ്രൊഡക്ഷൻ നടക്കൂലല്ലോ. അവിടെ ആദ്യം അതിന്റെ ഒരു വിത്തിട്ടു, പിന്നീട് അതിൽ നിന്നും പൊട്ടി 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 കിളുത്തു. അതാ അമ്പത്തക്കും എന്ന് പറയുന്നത്. ആദം നബി അലൈഹി സ്വലാമിന് ഹവ്വ ബിബി ആദ്യം അതിന് വിത്തിട്ടു, പിന്നെ അവരിൽ നിന്നും കോടിക്കണക്കിന് വൈവിധ്യമായ മനുഷ്യർ ഉണ്ടായി. ആ ഒരു ടേം തന്നെ നോക്കിയാൽ മതി അറബിയിലെ, ഖലഖ എന്നതിന് പകരം. അതാണ് പറയുന്നത് അള്ളാഹുവിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് ആ നമ്പറിൽ പറയുന്നു. ഇനി നേരെ തിരിച്ച് ഇതിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്, നിങ്ങൾക്ക് ഖുർആൻ എടുത്ത് നോക്കാവുന്നതാണ്. 17-ാം അധ്യായം 17 1:7. എൻ്റെ കൈ എനിക്ക് നേരെ നോക്കുമ്പോൾ 81 ആണെങ്കിൽ എനിക്ക് വേറൊരാളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട 17. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ. ഇങ്ങനെ നോക്കി. 7:1. കൈ തിരിച്ചു പിടിച്ചാൽ 7:1. 71-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഇസ്രാഇന്റെ 71-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? വലഖദ് ഊതിയ കിതാബ്, വേദഗ്രന്ഥം അള്ളാഹു നമുക്ക് നൽകുന്നു. ബി യമീനിൻ. ഈ വലത് കൈ, ഈ കൈ ഏതാണ്? എന്റെ റൈറ്റ് ഹാൻഡ് ആണ്. ഈ കയ്യെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ബി യമീനിൻ, എന്റെ വലത് കൈയിൽ തരുമെന്ന്. ഒരു മനുഷ്യൻ 23 വർഷക്കാലം കൊണ്ട് ഒരു ഗ്രന്ഥം എഴുതി എന്ന് പറഞ്ഞാൽ റൂമിൽ ഇരുന്ന് ഇങ്ങനെ എഴുതി പറഞ്ഞത് ഓരോ ആയത്തുകളും ഓരോ അധ്യായങ്ങളും അതിന് നമ്പരും ഒക്കെ കൃത്യമായിട്ട് ഇങ്ങനെ 23 വർഷം കൊണ്ട് എഴുതി. ഓടിപ്പോയി ഓർമ്മശക്തി കൊണ്ട് 10 വർഷം മുമ്പുള്ളത് ചിലത് തിരുത്തി. കുറെ ആളുകൾക്ക് എഴുതി കോപ്പി കൊടുത്തപ്പോൾ അതിങ്ങ് തന്നെ അത് മൊത്തം കത്തിച്ചു കളഞ്ഞു. കാരണം അതിന് കുറച്ച് തിരുത്തലുണ്ട്. ഇങ്ങനെയൊന്നും അല്ല പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാമൊഴിയായിട്ട് അപ്പൊ തന്നെ സ്പ്രെഡ് ചെയ്ത് വിട്ടു. പിന്നെ തിരുത്താൻ പറ്റില്ല. വാവിട്ട വാക്കുകളും കൈവിട്ട ആയുധങ്ങളും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു പോയി. ആ പറഞ്ഞു പോയത് സഹാബത്ത് കൈമറിഞ്ഞ് പോയി. അന്ന് എഴുത്തും വായന അറിയാവുന്ന കുറെ ആളുകൾ അത് കല്ലിലും എല്ലും തടിയിലും പാറയിലൊക്കെ കുത്തി രേഖപ്പെടുത്തി വെച്ചു. പിന്നീടാണ് അത് ലിഖിത രൂപത്തിൽ ടെക്സ്റ്റായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാള് 23 വർഷം കൊണ്ട് പറഞ്ഞ സംഗതികളുടെ നമ്പര്, അതിലെ ട്വിസ്റ്റ്, ഇതൊക്കെ എങ്ങനെ കറക്റ്റ് ആവാനാ? എന്ത് വിഡ്ഢിത്തരം! അതാണ് യുക്തി. ഒരു മനുഷ്യന് ചേർന്ന യുക്തി ഒന്നും അല്ല അത്.
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൈകൊണ്ട് എഴുതിയൊന്നും അല്ല അത്. അതുകൊണ്ട് അള്ളാഹുവിനോട് തല്ലേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചതിന് എവിഡൻസ് കൈകളിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനിയുണ്ട് കുറെ പറയാൻ വേണ്ടി, വീഡിയോയുടെ ലെങ്ത് പോകുന്നോണ്ടാ ഞാൻ അത് ഓടിച്ചിട്ട് പറയാം. കമന്റിൽ ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ കയ്യിൽ ഇതാ 3 ലൈനില്ലേ, 1 2 3, എല്ലാ കയ്യിലും 3 ലൈനുണ്ട്. 1 2 3, 5 വിരലിലെ 3 ലൈൻ 15, ഈ 5 വിരലിലെ 3 ലൈൻ 15, 15 15 30 ജുസു ഖുർആൻ. ഇനി ഇതാ ഈ കയ്യില് എത്ര ജോയിന്റ് ഉണ്ട്? ഈ തമ്പില് ഇതാ 1 2 ജോയിന്റ് അല്ലേ ഉള്ളൂ. എന്നാൽ ബാക്കി വിരലുകളിൽ എത്ര ജോയിന്റ് ഉണ്ട്? 3 കാണാൻ പറ്റും. ഇതാ ഇവിടെ 1, ഇവിടെ 1 2, ഇവിടെ 1 3 ജോയിന്റ് ഉണ്ട്. 3 6 9 12. തമ്മിൽ വരുമ്പോൾ 2 ഉള്ളൂ. 12 2 14. ഈ കയ്യിലും 14, 14 14 28. 28 എന്താ? ഈ കൈകൾ കൊണ്ടാണ് മനുഷ്യൻ അറബി അക്ഷരങ്ങൾ എഴുതുന്നത്. അറബി അക്ഷരം 28 ഉള്ളൂ. ആ 28 അക്ഷരം കൊണ്ടാണ് ഖുർആൻ 30 ജുസു ഉള്ളത്. ആ അക്ഷരങ്ങൾ കൊണ്ടാണ് അള്ളാഹു എന്ന് എഴുതുന്നത്. അതാണ് 99 അള്ളാഹുവിന്റെ 99 നാമങ്ങള്. അതുകൊണ്ട് പഠിക്കാനുണ്ട് ഒരുപാട്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ.